ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു പാർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു സീരീസാണ്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ വെബ്സൈറ്റ് വിത്ത് ബ്ലോഗർ 100% അതിൽ നിന്ന് നല്ല ചതിച്ചല്ല 100% ഫ്രീ, 100% ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു ബ്ലോഗർ വെബ്സൈറ്റ് നിർമ്മിക്കുക, എന്നിട്ട് നിർമ്മിച്ചിട്ട് അതിൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം, അത് ലൈവായിട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ നിർമ്മിച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാർ, നമ്മൾ വെബ്സൈറ്റ് പല രീതിയിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇൻഫോർമേറ്റീവ് വെബ്സൈറ്റുകളുണ്ട്, പിന്നെ ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ രീതിയിലെല്ലാം വെബ്സൈറ്റ് അല്ല. നമ്മളിപ്പോൾ ബ്ലോഗർമാരുണ്ടല്ലോ, അപ്പോൾ ബ്ലോഗർമാർ എങ്ങനെയാണ് നമുക്ക് സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോൻ്റെ ഇടയ്ക്ക് പരസ്യം വരും. ആ പരസ്യം നമ്മൾ കാണുന്നതനുസരിച്ചിട്ട് അവർക്ക് പൈസ കിട്ടും. അതേ സെയിം സംഭവമാണ് ഈ വെബ്സൈറ്റിലും വരുന്നത്. വെബ്സൈറ്റിൽ നമുക്ക് കണ്ടൻറ്റുകൾ ഇടും. ആ കണ്ടൻറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് പരസ്യം കാണിക്കും, നിങ്ങൾ ക്ലിക്ക് ചെയ്യും, അപ്പോൾ അത് പോകും, പിന്നെ വായിക്കും. പിന്നെ കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ ആദ്യ പരസ്യം, പിന്നെ അത് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യും, പിന്നീട് പിന്നെ വായിക്കും. ചില പേജിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലേക്ക് പോകും, എന്നിട്ട് റീഡയറക്റ്റായിട്ട് പഴയതിലോട്ട് വരും. അപ്പോൾ ആ കാണുന്നതിനാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇനി യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ പൈസ കൊടുക്കുന്ന സെയിം പ്ലാറ്റ്ഫോം ഇതുപോലെ തന്നെയാണ് ഇത്. പക്ഷേ ഇത് അത്ര പ്രശസ്തമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള എന്നുള്ളതാണ് സത്യം. വിദേശ രാജ്യങ്ങളിലൊക്കെ യൂട്യൂബ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമാനം ഉണ്ടാക്കുന്ന സംഭവങ്ങളിലൊന്നാണ് ഈ വെബ്സൈറ്റ് വെച്ചിട്ട് ബ്ലോഗിങ് എന്ന് പറയുന്നത്. ഇത് വീഡിയോ വെച്ചിട്ട് ബ്ലോഗിങ് ചെയ്യുന്ന, ഇത് വെബ്സൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് പൈസ കൊടുക്കുന്ന ആഡ്സെൻസ് പറയുന്ന ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ് വെബ്സൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. 4000 മണിക്കൂർ വേണം, 1000 സബ്സ്ക്രൈബർ കണ്ടിരിക്കണം, കണ്ടൻറ്റിന് വാല്യൂ ഉണ്ടാകണമെന്നൊക്കെ. പക്ഷേ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ക്രൈറ്റീരിയ ഇല്ല. നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന, നമ്മുടെ വെബ്സൈറ്റായി നമ്മൾ ഇതാക്കുന്ന, ആൾക്കാർ കയറുന്ന, പരസ്യം നോക്കുന്ന, അപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അതാണ് വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിന് വെയിറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങും. ആ രീതിയിലാണ് വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് പാർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ എല്ലാവരും വെബ്സൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യുക. പിന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റണമെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും 100% ഫ്രീ ആയിട്ട് ചെയ്യുക. ഇതിന് ലാപ്ടോപ്പോ സ്കില്ലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ 100% ChatGPT, ജെമിനി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ആദ്യത്തെ വീഡിയോ പാർട്ട് 1 ആണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് 100% സൗജന്യമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ തരും. ഈ വീഡിയോൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്യും. നിങ്ങൾക്ക് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ആക്കുന്നത് 100% സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഇനി ഞാനിപ്പോൾ ഇതിൽ കാറ്റഗറി ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ജോബ് വേക്കൻസിനെ കുറിച്ചിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ കണ്ടെത്തുക. ന്യൂസുകളാണോ, അതല്ല എന്തെങ്കിലും റിവ്യൂസാണോ, ആ രീതിയിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കാറ്റഗറി നിങ്ങൾ മനസ്സിൽ ഒരുപാട് ചിന്തിച്ചിട്ട് കണ്ടെത്തുക. വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് റെസിപ്പീസ് വരെ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് വെറുതെ കവിതകൾ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കവിതകളൊക്കെ ആരൊക്കെ വായിക്കാനാണ്? ഇൻസ്റ്റാഗ്രാമും മറ്റേ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഇതൊക്കെയുള്ള ഈ സമയത്ത് ആരാ വായിക്കാമെന്ന് ചിന്തിക്കണ്ട. ഇതിൻ്റെ ഏറ്റവും വലിയ റേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങളൊരു വെബ്സൈറ്റിൽ ഒരു കണ്ടൻറ്റ് ഇട്ട് വെച്ചിട്ട് അതിപ്പോൾ ചൈനയിൽ നിന്ന് ഒരാൾ കയറി കഴിഞ്ഞാൽ അത് അവരെ ലാംഗ്വേജിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിയിട്ടാണ് അവർ വായിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തിലെ ആൾക്കാരാണോ നോക്കുന്നത് അവർക്ക് അവരെ ലാംഗ്വേജിൽ ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കാറ്റഗറി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് ഇതാക്കുക. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ അത് കണ്ടൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ജോബ് വേക്കൻസീൻ്റെ ആയതുകൊണ്ട് ഞാൻ ഓരോ സംസ്ഥാനം ഡിസ്ട്രിക്റ്റ് വൈസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു റിവ്യൂവിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുക. സ്മാർട്ട് ഫോണിനെ കുറിച്ച് ചെയ്യണോ, അതല്ല മോട്ടോറിനെ കുറിച്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രോഡക്റ്റുകളെ കുറിച്ച് ചെയ്യണമെന്ന് ചിന്തിക്കുക. പിന്നെ ഏരിയ, ഞാൻ ജോബ് വേക്കൻസി ആയിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോബ് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടും എന്നെപ്പോലത്തെ ഒരുപാട് ജോബില്ലാത്ത ആൾക്കാരായതുകൊണ്ടും ഞാൻ ചിന്തിച്ചത് ഇന്ത്യ, പിന്നെ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് കൺട്രീസിലെയും വേക്കൻസികൾ ചെയ്യുക എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് ഡൊമൈൻ നെയിമും ഹോസ്റ്റിങ്ങും ഡൊമൈനും. അതിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഡൊമൈൻ നെയിം. ഇതിൽ കാണുന്നത് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്.
ഡൊമൈൻ നെയിം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾ കണ്ടെത്തുക. ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് കണ്ടെത്തി 94jobs.com എന്നാണ്. അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് കണ്ടെത്തുക. ഇനി ആ പേര് കണ്ടെത്തുന്നതിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അത് ഓരോന്നും ഞാൻ എന്താണെന്ന് പറയാം. ഇത് പാർട്ട് 1 വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ 2-3 പേര് കണ്ടെത്താം. അതിൽ നിങ്ങൾ ChatGPT ജെമിനി ഓപ്പൺ ആക്കിയിട്ട് ChatGPT ജെമിനിയോട് ചോദിക്കാം, ഞാനൊരു വെബ്സൈറ്റ് ചെയ്യാൻ പോവാണ്, എൻ്റെ കാറ്റഗറി പറയുന്നത് ഇന്നതാണ്. ഉദാഹരണം, സിനിമ ആക്ട്രസിനെ കുറിച്ചുള്ള ന്യൂസുകളെ കുറിച്ചുള്ള വെബ്സൈറ്റാണ് ചെയ്യാൻ പോകുന്നത്, ഒരു 10-20 നെയിം ഒന്ന് സജസ്റ്റ് ചെയ്യും. എന്നാൽ ജെമിനി കുറേ പേര് പറയും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് നിങ്ങൾ ചൂസ് ചെയ്യാം. അതിന് ശേഷം എന്താക്കാം, നേരെ ഗൂഗിളിൽ പോയിട്ട് ഈ ഗൂഗിളിനകത്ത് ബിഗ് റോക്ക് ഇന്ത്യ എന്നടിക്കുക. ബിഗ് റോക്ക് എന്നടിച്ചാൽ മതി. ബിഗ് റോക്ക്, വലിയ പാറ, ബിഗ് റോക്ക് എന്നടിക്കുക. ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ബുക്ക് ഇന്ത്യ, ബിഗ് റോക്ക് .in അതിൽ ക്ലിക്ക് ചെയ്യുക. ആ വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ആ പേരെന്താണ് അത് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ എൻ്റെത് എന്താ 94jobs.com എന്നാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ഞാനിവിടെ അടിക്കുന്നത് 94 ജോബ്സ് അടിക്കുന്നത്. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, യുവർ ഡൊമൈൻ നെയിം ഈസ് അവൈലബിൾ. 94 ജോബ്സ് അവൈലബിൾ ആണ്. ഒരു വർഷത്തേക്ക് എത്രയാണ്? ₹1 1499 രൂപയ്ക്ക് 3 ഇതൊക്കെ അതൊക്കെ വെറുതെ. ഒരു വർഷത്തേക്ക് ₹1 മുടക്ക്. വെബ്സൈറ്റ് ചെയ്യുന്നതിന് ആർക്കും പ്രശ്നമില്ലല്ലോ. 94 ജോബ്സ് ₹1 ഒരു വർഷത്തേക്ക് കിട്ടുമെന്ന് കാണിച്ചു. ഇനി ഇപ്പോൾ വേറൊരു ഇത് കാണിക്കാം. ഇപ്പോൾ ചില സമയം നിങ്ങളുടെ അടിക്കുന്ന പേര് ചില സമയം അതിൽ അവൈലബിൾ അല്ല എന്ന് കാണിക്കും. ഞാൻ jobs.com എന്നടിച്ചു. ആ പേര് ഇങ്ങനെ സെർച്ച് ആകുന്നുണ്ട്. എന്നിട്ട് jobs.com ഈസ് നിങ്ങളുടെ പേര് അവൈലബിൾ അല്ല എന്നാണ്. പക്ഷേ എൻ്റെ 94 ജോബ്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ അവൈലബിൾ ആയൊരു പേര് നിങ്ങൾ കണ്ടെത്തുക. ആ പേര് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അതിന് രണ്ടാമത് വരുന്നതാണ് ഹോസ്റ്റിംഗ്. ഇനി നിങ്ങളുടെ പേര് 94 കണ്ട ആ പേര് ഇൻ്റർനെറ്റ്, അതായത് ഈ www.google എന്നൊക്കെ നോക്കുന്ന ഇൻ്റർനെറ്റിലേക്ക് അടിക്കുമ്പോൾ വരണ്ടേ. അപ്പോൾ അത് വരുന്ന പോലെ കണക്ട് ചെയ്യേണ്ട സാധനമാണ് ഹോസ്റ്റിംഗ്. അതായത് നിങ്ങളുടെ പേരിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ് ഹോസ്റ്റിംഗ്. കുറച്ച് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ഹോസ്റ്റിംഗ്. ആ ഹോസ്റ്റിംഗ് നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് 100% ഫ്രീ ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ചിലവില്ല, ലൈഫ് ലോങ് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ പേര് കണ്ടെത്തി, ഹോസ്റ്റിംഗ് പ്ലാൻ ബ്ലോഗറാണെന്ന് നമ്മൾ ചിന്തിച്ചു, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ തീം വേണം, നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ആയിരിക്കണം എന്നില്ലേ. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാം. നേരെ എന്ത് ചെയ്യുക, ഗൂഗിൾ ഓപ്പൺ ആക്കി എന്നിട്ട് ബ്ലോഗർ തീം എന്നടിച്ചാൽ മതി. ബ്ലോഗർ തീം എന്നടിക്കുക. നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ ആയിരിക്കണം, ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ തീമില്ല, അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ തീം എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ലക്ഷക്കണക്കിന് തീമുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ടുള്ള ഫ്രീ ബ്ലോഗർ ടെംപ്ലേറ്റിൽ അത് എടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതാണ് തീം. നിങ്ങളുടെ വെബ്സൈറ്റ് ഇങ്ങനെ ആയിരിക്കണോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു എന്താ പറയുക, സ്ഥലവും വീടെല്ലാം വെക്കുന്ന ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റാണ്. ആ വെബ്സൈറ്റ് അതിൽ ഓപ്പൺ ചെയ്ത് ബൈ ആൻഡ് സെയിൽ അമേസിങ് പ്രൊഡക്റ്റ്, ആ വെബ്സൈറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ രീതിയിലാണ് ആ വെബ്സൈറ്റുകൾ ഉണ്ടാവുക. ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ എന്താക്കുക, നിങ്ങളൊരു ടീമിൽ ചൂസ് ചെയ്യുക. നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ഓരോന്നിങ്ങനെ നോക്കി നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ഐഡിയയിൽ മനസ്സിലുള്ളൊരു തീം ഏതാണോ ആ തീം നിങ്ങൾ ഇവിടെ കണ്ടെത്തുക. ഇവിടെ നിങ്ങൾ ആ തീം കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, തീമിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോണാണെങ്കിൽ ഫോണ്, ലാപ്പാണെങ്കിൽ ലാപ്പ്. അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ തീം നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്പിൽ സേവായി. പിന്നെ എന്ത് ചെയ്യുക, ആ തീം അറേഞ്ച് ചെയ്യുക. നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി, ഫോണ്ട് വലുതാക്കണമെങ്കിൽ ഫോണ്ട് അങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, കുറച്ച് കണ്ടൻറ്റ് അതിൽ അടിച്ചിടാം. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ജോബ് വേക്കൻസിയാണ്, ഞാൻ ജോബ് വേക്കൻസിനെ കുറച്ച് ലിസ്റ്റ് ചെയ്തു. ഇങ്ങനെ അതൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് കണ്ടൻറ്റാണോ ചെയ്യുന്നത് ആ കണ്ടൻറ്റിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരും. 100% ഫ്രീ ആണ്. സർവീസ് ചാർജോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും വരുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ 100% ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും, ഒരു ഡൗട്ടും വേണ്ട. പിന്നെ വരുന്നത് നമുക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കാം, വരുമാനം എങ്ങനെ ഉണ്ടാക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൽ വീഡിയോൻ്റെ ഇടയിൽ വരുമ്പോൾ പരസ്യം വരുമ്പോഴാണ് നമുക്ക് യൂട്യൂബർമാർക്ക് പൈസ കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ബ്ലോഗറിലും.
നമ്മുടെ വെബ്സൈറ്റിൽ ആൾക്കാർ കയറുന്ന സമയത്ത് അതിൽ വരുന്ന പരസ്യം കാണുമ്പോഴാണ് നമുക്കും പൈസ കിട്ടുന്നത്. അപ്പോൾ യൂട്യൂബിൽ പൈസ കൊടുക്കുന്നത് ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബിൻ്റെ ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബിൽ അവർക്ക് വരുമാനം കിട്ടുന്നത്. ഇനി അതേ ആഡ്സെൻസ് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ ആഡ്സെൻസിന് എന്താണ് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. നമ്മളെന്താ വെബ്സൈറ്റ് കുറച്ച് അങ്ങനെ ആയിരിക്കണം, കുറച്ച് ഇത് വേണം, കുറച്ച് പഴയതായിരിക്കണം, കുറച്ച് കണ്ടൻ്റ് ആയിരിക്കണം, പിന്നെ എന്താ ആ പേജ് വേണം, ഈ പേജ് വേണം, എന്നെല്ലാം ഉണ്ട്. പിന്നെ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യൊക്കെ വേണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. നമ്മൾ വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടാക്കുന്ന നമുക്ക് ഇപ്പോൾ തന്നെ പൈസയും കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യാക്കാം, ഈ ആഡ്സെൻസ് ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ആഡ്സെൻസ് പോലെ തന്നെ പ്രൈവറ്റ് കമ്പനി വേറെയുണ്ട്. അപ്പോൾ തന്നെ ഗൂഗിൾ ആഡ്സിൻ്റെ ആൾട്ടർനേറ്റീവ് ഇതുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇൻസ്റ്റൻ്റായി ഇപ്പോൾ വെബ്സൈറ്റ് ഇപ്പോൾ ആക്കി നമ്മുടെ വെബ്സൈറ്റും ഇവരുമായിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ തന്നെ പരസ്യം കാണിക്കും, ഒരാൾ കയറി അപ്പോൾ തന്നെ പൈസ കിട്ടും. ആഡ്സ്ട്രാ എന്നാണ് അതിൻ്റെ പേര്. ആഡ്സ്ട്രാ അങ്ങനെ ചെറിയ ചെറിയ ഇമേജ് ടൈപ്പിലെ പരസ്യങ്ങളാണ് ആഡ്സ്ട്രാ കാണിക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ ചില വെബ്സൈറ്റുകൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എക്സ്ട്രാ എന്തെല്ലോ കോളം ആയിട്ട് പരസ്യം കാണിക്കില്ല, അതാണ് ആഡ്സ്ട്രാ. അതുപോലത്തെ പരസ്യങ്ങളാണ് ആഡ്സ്ട്രാ കാണിക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 ഇപ്പോൾ ഒരു 1000 വ്യൂസിനാണ്, 1000 പേരല്ല നമ്മുടെ വെബ്സൈറ്റിൽ കയറേണ്ടത്. ഒരാൾ കയറിയിട്ട് ഒരു 3-4 പേജ് ഓപ്പൺ ആക്കി തന്നെ അത് 10-20 വ്യൂസായിട്ട് കണക്കാക്കും. അങ്ങനെ 1000 വ്യൂസിനാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. അപ്പോൾ അത് ഓരോ രാജ്യത്തിനും അവർ ഉപയോഗിക്കുന്ന ഫോണിന്, അവർ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്നിരുന്നാലും ആഡ്സ്ട്രാ എന്ന് പറയുന്ന ഇവരുണ്ടല്ലോ 1000 വ്യൂസിന് എത്ര പൈസയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 1000 വ്യൂസിന് ടൈപ്പിക്കലി, അതായത് ഒരു പോസ്റ്റിനാണ് ഇപ്പോൾ ഈ $10 to $50, $8 to $40 1000 വ്യൂസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഡ്സ്ട്രേൻ്റെ ഒരു 12 പരസ്യം ഒരു പേജിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ 12 പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെത്ര, ഒരാൾ കയറുമ്പോൾ തന്നെ അത് × 12 ആയി. അപ്പോൾ ഇവിടെ ഈ പെർ 1000 എന്നുള്ളത് നമ്മൾ എന്താക്കണം, × 12,000 അങ്ങനെ ആക്കണം. അപ്പോൾ ഈ 10 എന്നുള്ളത് 1.20 മുതൽ ഈ 0.50 × 12,000 കൂട്ടണം. എന്നിരുന്നാലും നോർമലി എത്ര, 1000 വ്യൂസിന് $1 മുതൽ വരെ $2 വരെയാണ് ആഡ്സ്ട്രയിൽ കിട്ടുന്നത്. അപ്പോൾ ആഡ്സ്ട്ര കഴിഞ്ഞാൽ ഒരാൾ കയറി ഒരു 10 പേജ് ഓപ്പൺ ആക്കി വിചാരിക്കുക. അപ്പോൾ 10 പേജ് ഓപ്പൺ ആകുമ്പോൾ അത് 120 വ്യൂസായി. അതാണ് വ്യത്യാസം. പക്ഷേ ഗൂഗിൾ ആഡ്സെൻസോ മറ്റുള്ളവയൊന്നും ആ രീതിയിൽ കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ ആഡ്സിൻ്റെ റവന്യൂ ഇതെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് പോപ്പ് ആഡ്സ് ആണ്. നമുക്ക് പോപ്പ് ആഡ്സിൻ്റെയും ആഡ്സ് 1000 വ്യൂസ് ഇൻ ഏണിങ്സ് ഇൻ ഇന്ത്യ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പോപ്പ് ആഡ്സിൽ വരുന്നത് 1000 വ്യൂസിന് 40 മുതൽ 80 രൂപ വരെയാണ് 1000 വ്യൂസിന് വരിക. അതും കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് ആണ്. അത് ഇതേപോലെ തന്നെയാണ്. ഒരു പേജിൽ ചിലപ്പോൾ 2, 3, 4 പരസ്യം ഉണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എത്ര, 40 മുതൽ 80 വരെ എന്നുള്ളത് ഒറ്റയടിക്ക് എത്രയാവും, × നമ്മൾ എത്ര പരസ്യം കൊടുക്കുന്നത്. ഇപ്പോൾ 4 പരസ്യമാണെങ്കിൽ 4 160 മുതൽ 320 വരെ എന്നുള്ളത് ഒറ്റയടിക്കാവും. ആ രീതിയിലാണ് പരസ്യത്തിൻ്റെ സംഭവം വരുന്നത്. പിന്നെ നമ്മൾ നോർമലി ആഡ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുന്നത് സെലക്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 വീഡിയോ. ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പാർട്ട് 2 വീഡിയോയിലാണ് നമ്മൾ എങ്ങനെ ആദ്യം മുതൽ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അത് വെബ്സൈറ്റ് നമ്മൾ കല്ല് കെട്ടാൻ, ഇപ്പോൾ തറ പോലും ആയിട്ടില്ല, നമ്മളിപ്പോൾ പ്ലാനാണ് വരച്ചിട്ടില്ല. ഇനി തറ കെട്ടി വെബ്സൈറ്റ് ഉണ്ടാക്കി കല്ല് കെട്ടി അങ്ങനെ പോകണം. ആ രീതിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ചാനൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹമില്ല, പുറത്തുള്ള വീഡിയോകൾ കാണുക, വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി പറയുന്നത്, എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെയ്യാമെന്ന് ആഗ്രഹം തോന്നി, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള 100% സപ്പോർട്ട് ഞാൻ തരും. ഈ വീഡിയോയുടെ തൊട്ട് എല്ലാ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാക്കും. നിങ്ങൾക്ക് പരിപൂർണമായ സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഏത് സമയത്തും ഉണ്ടാവും. അപ്പോൾ വീണ്ടും നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം.